റെഡിയാണല്ലോ? നമ്മൾ ചോദിക്കുന്നതിനൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പറയുമ്പോൾ നല്ല രസമുണ്ടാവും. നമുക്ക് പിന്നീട് അതൊന്ന് ഓർത്ത് മനസ്സിൽ വെക്കാൻ നല്ലൊരു സെഷനായിട്ട് നമുക്കിന്ന് തിരിച്ചു പോകണം അല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം പറയാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് സമയത്ത് എൻ്റെ ഉമ്മാനെ വലിയ ഇഷ്ടമല്ലായിരുന്നു. ഉപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉപ്പ വീട്ടിലധികം ഉണ്ടാവില്ല, രാത്രി ആവുമ്പോഴൊക്കെയല്ലേ വരുള്ളൂ. അപ്പൊ ഉമ്മ എപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ കാര്യം തന്നെ അല്ലേ, ഭയങ്കര നമ്മളിതിങ്ങനെ കേട്ട് നമുക്കൊരു ഭയങ്കര മടുപ്പാണ്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കല്ലേ ഉമ്മ ഇതന്നെ രാവിലെ പറഞ്ഞേ, ഇന്നലെയും പറഞ്ഞേ, മിന്നാന്നും പറഞ്ഞേ. പക്ഷെ ദർ ഇസ് എ പോയിന്റ്. ആ ടൈമിൽ നമുക്ക് അങ്ങനെ തോന്നും. എന്താണെന്നറിയോ, നമ്മൾ ആ ഒരു ഏജ് എന്ന് പറയുന്നത് അതാണ്. എൻ്റെ കുഴപ്പമായിരുന്നില്ല ആ ടീനേജില്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഉമ്മ എന്തോ എന്നും ഈ പറഞ്ഞ കാര്യം തന്നെ പറയാം. പക്ഷെ ഞാൻ ആ ഒരു റോളിൽ വന്നു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഉമ്മാനെ ഞാൻ പൂവിട്ട് പൂജിക്കണമായിരുന്നു. ആ ഉമ്മയായിട്ടാണ്. ഇപ്പോഴുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല കുട്ടികളാണ്. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. എൻ്റെ മോളൊക്കെ വീട്ടിൽ പിന്നെ എന്താ പറയുക റൂമൊക്കെ മേക്ക് ചെയ്യുന്നതാണ്. എനിക്ക് ഇത്രയും നല്ല പരിപാടിയാണല്ലേ. ഒരു ബെഡ്ഷീറ്റ് പോലും മര്യാദയ്ക്ക് വിരിക്കാൻ അറിയാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ. കാരണം അത്രത്തോളം നമ്മളെ പണിയെടുപ്പിച്ചിട്ടില്ല. ഇനി അഥവാ പണിയെടുക്കാൻ പറഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യൂല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. അതൊക്കെ നല്ല രീതിയിൽ എന്ത് രസമായിട്ട് അവര് നമ്മളിപ്പോ ഈ ഫോണിനെയും പിന്നെ സോഷ്യൽ മീഡിയയിലും ഭയങ്കര കുറ്റം പറയും അല്ലേ? പക്ഷെ അതിനെക്കൂടെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുറെ കുക്കിംഗ് റെസിപ്പീസ് അറിയാം. അത് ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം ചെയ്യേണ്ട ആൾക്കാരൊന്നും അല്ല. ഈക്വാലിറ്റിനെ പറ്റിയിട്ടുള്ള പറയുമ്പോൾ നമ്മൾ പറയാം എന്താ ഗേൾസ് മാത്രം ചെയ്യേണ്ട കാര്യമാണോ, ബോയ്സും ചെയ്യണ്ടേ എന്നൊക്കെ പറയും. സംഭവമൊക്കെ ശരിയാ, രണ്ടാൾക്കാർക്കും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മളിപ്പോൾ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ വീട്ടിൽ കുറേ കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്നത്. അതിന് നമുക്ക് കുറേ ആരോട് കുറ്റപ്പെടുത്തിയിട്ടൊന്നും അല്ല. ആ കാലം മാറി വരും, നമുക്ക് പ്രത്യാശിക്കാം. എന്നാലും നമുക്കൊരു കൺട്രോൾ അവിടെ വേണം. അതുണ്ടായാലും അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പം നിങ്ങളടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അച്ഛനും അമ്മയും വർക്കിംഗ് ആയിട്ട് ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ ആ കുട്ടിയോടും നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: ഒരു ഡോക്ടർ ആവാൻ, ഒരു എഞ്ചിനീയർ ആവാൻ, ഒരു ടീച്ചർ ആവാൻ നിങ്ങൾക്ക് എന്തുണ്ട്, ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. ഈ ഇരിക്കുന്ന അമ്മമാരും ഉമ്മമാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഒരു ട്രെയിനിങ് ഈ ഉമ്മയാവാൻ എടുത്തിട്ടില്ല. ആക്ച്വലി നമുക്ക് നല്ല ട്രെയിനിങ് തരേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഉമ്മയാവുക എന്നുള്ളത് അല്ലേ? ഈ ടീച്ചർ ആവുക അല്ലെ ഡോക്ടർ ആവുക, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 ടീച്ചർ അല്ലെ 24/7 ഡോക്ടർ ഒന്നും അല്ല. അവർ കുറച്ച് സമയം അവരെ വർക്കിംഗ് ടൈമിൽ മാത്രമാണ് അവർക്ക് അങ്ങനെ പെരുമാറേണ്ടി വരുന്നത്. പക്ഷെ ഒരു ഉമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ? ഒരു അമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ?